ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ നമ്മൾ പുതിയൊരു ഡ്രാമയായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് വർഷത്തിന് ശേഷം നമ്മുടെ ഹീറോയിനും ഹീറോയും കണ്ടുമുട്ടുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും ഇടയിലുള്ള ഒരുപാട് ചേഞ്ചസും ലവ് അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ഡ്രാമയിൽ കാണുന്നത്. സ്പീഡ് ആൻഡ് ലവ് എന്ന് പറയുന്ന ഈ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഹീറോയിനെയും അവളുടെ അമ്മേനെയും കേട്ടോ. അപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കുന്നത് അമ്മയുടെ പുതിയ ഭർത്താവാണ്. അതായത് ഇവളുടെ സ്വന്തം അച്ഛനല്ല അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഈ വീട്ടിൽ താമസിക്കാനും തീരെ താല്പര്യമില്ല. അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ കൂടെ ഈ വീട്ടിൽ നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഹസ്ബൻഡാണ്, എൻ്റെ അച്ഛനല്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരികയാണ്. അപ്പോൾ അമ്മ ഒരു കാര്യം പറയുകയാണ്, അതായത് നീ ആരെ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. നീ നിൻ്റെ അച്ഛനെയും നിൻ്റെ ബ്രദറിനെയും അല്ലേ കാത്തിരിക്കുന്നത്. അവരിനി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. നീ അവരെ വെയിറ്റ് ഒന്നും ചെയ്യേണ്ടെന്ന് പറയുകയാണ്. അമ്മ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ അമ്മയും അച്ഛനും ഇവൾക്ക് 9 വയസ്സുള്ളപ്പോഴാണ് ഡിവോഴ്സ് ചെയ്തത്. അതിനുശേഷം അച്ഛൻ ഇവളുടെ ബ്രദറിനെയും കൊണ്ട് തായ്ലൻഡിലേക്ക് പോവാണ് ചെയ്തത്. പക്ഷേ ഇവൾ ഇത്രയും നാൾ വിചാരിച്ചതുപോലെ ആ ഒരു ബ്രദർ എന്ന് പറയുന്നത് ഇവളുടെ സ്വന്തം ബ്രദറല്ല. ഇവളുടെ അച്ഛനും അമ്മയും കൂടി അന്നത്തെ പ്രായത്തിൽ അഡോപ്റ്റ് ചെയ്തതാണ് അവനെ. മാത്രമല്ല ഇവളുടെ അച്ഛനും ഇപ്പോൾ അവിടെ വേറൊരു ഫാമിലി ഉണ്ട്. ഈ ഒരു സത്യം ഇവളിപ്പോഴാട്ടോ അറിയുന്നത്. ഇവളാകെ ഷോക്കാവുകയാണ്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, അവരുമായിട്ട് അധികം കോൺടാക്റ്റ് ഒന്നും വേണ്ടെന്ന്, അത് നിൻ്റെ നല്ലതിനല്ല എന്ന് പറയുകയാണ്. നമ്മുടെ നായിക നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല സ്റ്റബേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവൾ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഇവളുടെ അഡോപ്റ്റീവ് ബ്രദറിനെയും അച്ഛനെയും കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇവളുടെ ഏകദേശം ഏജിൽ വരുന്ന ഒരു പെൺകുട്ടീനെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അവളുടെ പേര് നാന എന്നാണേ. ഞാനാണെങ്കിൽ ഇവളോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ അച്ഛനെയും ബ്രദറിനെയും കാണാൻ പോകുന്നതാണ്. അപ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിൻ്റെ ബ്രദർ കാണാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ചെറുപ്പത്തിൽ ഇത് വെച്ച് പറയുകയാണ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു, മാത്രമല്ല ഒരുപാട് നന്നായി പഠിക്കും, നല്ല ഗ്രേഡ് ഉണ്ടായിരുന്നു, നല്ല ജെൻറ്റിലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ആളെ കാണാൻ എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യത്തിന് മാത്രം ഇവളുടെ കയ്യിൽ ആൻസർ ഇല്ല. ഇവൾ പറയുകയാണ്, ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി എന്ന് പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ നിന്ന് കാണിക്കുന്നത് നമ്മുടെ നായകനെ ആട്ടോ. അപ്പോൾ ഇവൻ്റെ പേര് ജിൻ ഷാവോ എന്നാണ്. നമുക്ക് ഷാവോ എന്ന് വിളിക്കാം. നമ്മുടെ കഥയിലെ നായികയുടെ പേര്, അതായത് ഹീറോയിൻ്റെ പേര് ജിയാങ് മൂന്നാട്ടോ. അവളുടെ നിക് നെയിം മൂമു എന്നാണ്. നമ്മുടെ നായിക മൂമു നമ്മുടെ നായകൻ ഷാവോനെ കുറിച്ച് പറഞ്ഞത് ഇവൻ ചെറുപ്പത്തിൽ ഭയങ്കര ജെന്റിലായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ അവൻ അങ്ങനെയല്ല. വളർന്നപ്പോൾ ഇവൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ മാറി. ഇവനിപ്പോൾ ഇവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് ക്ലബ്ബിൽ ബോക്സിങ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു ജെന്റിൽനെസ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇവൻ ഭയങ്കര ഫിയേഴ്സ് ആയിട്ടുള്ള ഒരാളാണേ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മൂമുവിൻ്റെ അമ്മ അതായത് ഡിവോഴ്സ് ആയിപ്പോയ ആ ഒരു അച്ഛനെ കോൾ ചെയ്തിട്ട് പറയാണ്, നിങ്ങളുടെ മകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്, അവളെ തിരിച്ചയക്കണം. ഇവളുടെ അച്ഛനാണെങ്കിൽ തീരെ കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മകനെ, അതായത് അഡോപ്റ്റീവ് സോൺ നമ്മുടെ നായകനായ ഷാവോനെ വിളിച്ചറിയിക്കുകയാണ്. അതായത് എയർപോർട്ടിൽ നിൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്, ഞാനിവിടെ ഭയങ്കര ബോധമില്ലാതെ കിടക്കുക, നീ പോയി പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായിക ഇവിടെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്ത് അവിടെ ഇറങ്ങി ആ ഒരു ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവളെ പിക്ക് ചെയ്യാൻ വരുന്ന ആളെ. അങ്ങനെ നടക്കുന്ന നേരത്താണ് അവിടെയുള്ള 2 ലോക്കൽസിൽ പെട്ട 2 ആൾക്കാർ വന്നിട്ട് ഇവളുടെ അടുത്ത് ഈ സ്ഥലം അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ദൂരെ കാറിൻ്റെ അവിടെ നിന്നിരുന്ന നമ്മുടെ നായകൻ അവൾക്കൊന്നും അറിയില്ല, അവളെ അങ്ങ് വിട്ടേക്ക് പറയാണ്. അത് കേട്ടപ്പോഴാണ് അവിടെ നിന്നിരുന്ന നമ്മുടെ ഷാവോനെ നമ്മുടെ മൂമു നായിക ശ്രദ്ധിക്കുന്നത് കേട്ടോ. മോമോ നോക്കുമ്പോൾ ഒരു ലൈറ്ററൊക്കെ എപ്പോഴും ഓണാക്കി ഓഫാക്കി നിൽക്കുന്ന ഒരുത്തൻ. ഫേസിലൊക്കെ നല്ല സ്ക്രാച്ചസും ബ്ലഡ് സ്റ്റെയിനൊക്കെ കാണാനുണ്ട്. ഇവൾ വിചാരിച്ച ആ ഒരു ഫേസ് അല്ല ഇവൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്നത്. അതായത് ഭയങ്കര ഫിയേഴ്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഇവൻ മാറിയിട്ടുണ്ട്. അത് നമ്മുടെ നായികയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ 2 ആളും കൂടി അതായത് അവൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ത്രൂ ജേണി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും തന്നെ അവൾ ചോദിക്കുന്നൊന്നുമില്ല. ഇവനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇവൻ ഡ്രൈവ് ചെയ്യുന്നതും ഇവൻ്റെ ആ ഒരു ഫേസിലത്തെ എക്സ്പ്രഷനൊക്കെ ഇവളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവളീ കുറേ നേരം നോക്കുന്ന കാണുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് പറയാണ്. അപ്പോൾ ഇവൾ അതൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ ചോദിക്കുകയാണ്, അല്ല നീ ഹൈസ്കൂൾ കഴിഞ്ഞോ, നീ ഗ്രാജുവേറ്റ് ആയോ, അതോ ഇപ്പോഴും സ്കൂളിലാണോ, എന്താ ചെയ്യുന്നത്, ഈ കാർ നിൻ്റെ ആണോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, കാർ എൻ്റെ അല്ല, കാർ ബോറോ ചെയ്തതാണ്, മാത്രമല്ല ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ തന്നെ പഠനമൊക്കെ ക്വിറ്റ് ചെയ്തു എന്ന് പറയാണ്. നമ്മുടെ മൂമു ആണെങ്കിൽ ഇങ്ങനെ ഒരു ആൻസർ അല്ല പ്രതീക്ഷിച്ചത്. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ഷോക്കായിട്ട് ചോദിക്കുകയാണ്, അതെന്താ നീ അങ്ങനെ ചെയ്ത്, നീ എന്തിനാ ക്വിറ്റ് ചെയ്ത്, നീ ക്ലാസ്സിൽ തന്നെ ടോപ്പർ ആയിരുന്നില്ലേ, പിന്നെ എന്ത് പറ്റി പെട്ടെന്ന് നിർത്തിയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവൻ്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ, ബൈക്കിൽ. എന്നിട്ട് ഫ്രണ്ട് പറയുന്നുണ്ട്, അല്ല ഈ ചിക്ക ഏതാ, ഇവളെ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. രാത്രി ഒരു ഡ്രിങ്ക്സിന് വായോ എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടി ഈ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് നമ്മുടെ നായകൻ്റെ അടുത്ത്, അതായത് സ്നേക്കി നിൻ്റെ ഈ ചുറ്റിക്കളിയൊന്നും അറിയണ്ട, ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയുകയാണ്. സ്നേക്കി ആരാന്നല്ല ഡൗട്ട്, സ്നേക്കി ആരാന്ന് നമുക്ക് ഓൺ ദ വേ മനസ്സിലാക്കാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിഗ്നൽ മാറുന്നത്. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ കാർ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ട് ഇവനോട്, അതായത് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ ക്യാരക്ടറൊക്കെ എന്താ, ഇങ്ങനത്തെയുള്ള ആൾക്കാരാണോ നിൻ്റെ ഫ്രണ്ട്സ് എന്ന് ചോദിക്കുകയാണ്.
ഇവളുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ ഇവൻ കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ മനസ്സിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതായത് ഇത്ര വർഷം ഇവൻ എന്ത് ലൈഫാണ് ലീഡ് ചെയ്തത്, ഇവൻ എന്ത് പറ്റി ഇവൻ്റെ ക്യാരക്ടറിലൊക്കെ. ഇവൻ ഒരുപാട് ഹൈറ്റ് വെച്ചു, ഇവൻ്റെ മുഖത്തൊക്കെ ഒരുപാട് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. മാത്രമല്ല ഇവൻ്റെ ഫ്രണ്ട്സൊന്നും അത്ര ഡീസൻ്റ് ആയിട്ടും തോന്നുന്നില്ല. അപ്പോൾ എന്ത് ടൈപ്പ് ലൈഫായിരുന്നു ഇത്ര നാൾ ഇവൻ ലീഡ് ചെയ്തിരുന്നതെന്ന് അറിയാൻ ഇവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഇവൻ്റെ കാര്യം ആലോചിച്ച് നല്ല വിഷമമുണ്ട് കേട്ടോ. ഇവള് കാറിലിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് വരികയാണ്. എന്നിട്ട് ഇവൾക്ക് ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളൊരു സിപ്പ് എടുക്കുമ്പോൾക്ക് മനസ്സിലാവാണ് ഇത് ഇവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറി കൊണ്ടുള്ള ജ്യൂസാണ്. അതായത് സ്ട്രോബെറി ജ്യൂസാണ്. അപ്പോൾ ഇവളുടെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇവന് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് ഇവൾ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ അവൾ. അതായത് ഇവർ രണ്ടുപേരും കുട്ടികളായിരുന്ന സമയത്ത് ഇവരൊരു സ്ഥലത്തു നിന്ന് കുറച്ച് സ്ട്രോബെറീസൊക്കെ പറിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, മധുരമുള്ള സ്ട്രോബെറീസ് നീ കഴിച്ചോ, മധുരമില്ലാത്തത് ഞാൻ കഴിച്ചോളാം എന്ന് പറയണം. അതായത് അത്രമാത്രം ഇവിടെ കെയർ ചെയ്തിരുന്നു അവൻ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ രണ്ടാളും കൂടിയിട്ട് ഇവൻ്റെ വീടിൻ്റെ അവിടെ എത്തുകയാണ്. അതായത് ഇവൻ്റെ ഫാമിലി സ്റ്റേ ചെയ്യുന്ന അവിടെ എത്തുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, മേലെയാണ് നമ്മുടെ വീട്, എന്നെ ഫോളോ ചെയ്താൽ മതി പറയാണ്. അങ്ങനെ സ്റ്റെയർസ് കയറുകയാണ് കേട്ടോ. ഒരു 5-10 സ്റ്റെപ്പ് കയറുമ്പോഴേക്കും ഇവളാകെ ക്ഷീണിച്ച് പോവാണ്. അവനാണെങ്കിൽ ഭയങ്കര ഫിറ്റായിട്ടാട്ടോ നിൽക്കുന്നത്. ഇവൻ ടയേർഡൊന്നും ആവാതെ നിൽക്കുന്ന കാണുമ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ക്ഷീണമൊന്നുമില്ലേ ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ടെന്ന് ചോദിക്കുമ്പോൾ, കുറേ നാളായില്ലേ എനിക്കത് ശീലമായി എന്ന് പറയാണ്. അങ്ങനെ അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. പുറകെ അവളും കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവൻ അച്ഛൻ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു കുറേ കുപ്പിയൊക്കെ കണ്ടില്ല, അതിൻ്റെ സൈഡിലൊരു കാല് കാണില്ലേ, അവൻ മെല്ലെ കാലുമ്പോൾ തട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവളോട് പറയുന്നുണ്ട്, ദേ നിൻ്റെ അച്ഛൻ കിടക്കുന്നു എന്ന് പറയാണ്. ഇവളാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം ഇവളുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയല്ല ഇവൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഡ്രങ്കണായി ബോധമില്ലാതെ ദേ ഒരാൾ കിടക്കുകയാണ് കേട്ടോ. ഇവളുടെ അച്ഛനാണ് ഈ കിടക്കുന്നത്. ഷാവോ എന്നിട്ട് നമ്മുടെ നായികേനോട് പറയുന്നുണ്ട്, ദേ നീ കാണാൻ വന്ന് നിൻ്റെ അച്ഛൻ ദേ കിടക്കുന്നു എന്ന് പറയാണ്. എന്നിട്ട് അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അതായത് മുഖത്ത് ഫുള്ള് ബ്ലഡാണ്, എഴുന്നേൽക്ക് ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇവളാണെങ്കിൽ ആകെ ഒരു ഷോക്കായിട്ട് നിൽക്കുകയാണ് അച്ഛൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട്. അപ്പോഴാണ് കിച്ചണിൽ നിന്ന് ഒരു വോയിസ് വരുന്നത് കേട്ടോ. അതായത് അച്ഛൻ്റെ ഇപ്പോഴത്തെ വൈഫ് പറയാണ്, അങ്ങേരെ മൈൻഡ് ചെയ്യണ്ട, അങ്ങേര് ഡെയിലി ഇങ്ങനെയാണ് കുടിച്ചുകൊണ്ട് നടക്കുകയുള്ളൂ, വേറെ ഉപകാരമൊന്നുമില്ല എന്ന് പറയാണ്. എന്നിട്ട് ഇവളോട് സംസാരിക്കുകയാണ്, നീ മൂമു അല്ലേ, നിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫോട്ടോസിലേക്കാളും നീ നല്ല സുന്ദരിയാണ് കേട്ടോ എന്ന് പറയാണ്. എന്നിട്ട് ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഈ അമ്മ കിച്ചണിലേക്ക്. അമ്മ എന്നിട്ട് നേരെ ബാക്കി ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ നമ്മുടെ ഷാവോയും ചെല്ലുന്നുണ്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോഴാണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛൻ പുറകിലൂടെ നടന്ന് ഈ പെൺകുട്ടീനോട് പറയുന്നുണ്ട്, ദേ നിൻ്റെ സിസ്റ്ററാണ്, അത് അവളെ മീറ്റ് ചെയ്യുമെന്ന് പറയാണ്. പക്ഷേ ഈ പെൺകുട്ടി, ഇവളുടെ പേര് ഷിൻ എന്നാട്ടോ, ഇവളാണെങ്കിൽ ഒന്നും തന്നെ നമ്മുടെ നായികയുടെ അടുത്ത് മിണ്ടുന്നില്ല. അപ്പോൾ ഷാവോ ഈ അനിയത്തി കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്, ഷിന്നിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഷിൻ ഒന്ന് ഓക്കെ ആവുന്നുണ്ട്. എന്നിട്ട് ഷാവോ ഷിന്നിനോട് പറയുന്നുണ്ട്, അതെൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററാണ്, നീ ഗ്രീറ്റ് ചെയ്യുക അവളെ എന്ന് പറയുമ്പോൾ ഷിൻ പെട്ടെന്ന് നമ്മുടെ നായകനെ നോക്കിയിട്ട് ഹലോ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്തേക്ക് അപ്പോഴേക്കും ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. തൊട്ട് പുറകെ നമ്മുടെ നായികയാണെങ്കിൽ ഇവർക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഡംപ്ലിങ്സ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഒരു 3-4 ഡംപ്ലിങ്സ് എടുത്തിട്ട് നമ്മുടെ ഷിന്നിന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പ്ലേറ്റ് അങ്ങനെ തന്നെ നമ്മുടെ നായികയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞനീതിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എന്നെക്കാളും കൂടുതൽ എന്തിനാ അവർക്ക് കൊടുക്കണേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായകൻ പറയാണ്, കാരണം അവർ നമ്മുടെ വീട്ടിലത്തെ ഗസ്റ്റാണ്, അതുകൊണ്ടാണ് കൂടുതൽ കൊടുക്കുന്നത് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നായിക മൂമുന് നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ഡോർ ആരോ തട്ടണ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നായകൻ പോയി ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ വേറെ ആരുമല്ല, ഇവൻ്റെ ഒരു ഫ്രണ്ടാട്ടോ. ഈ ഫ്രണ്ടിൻ്റെ പേര് സൻലായ് എന്നാണ്. ഇവനെ കണ്ട വഴിക്ക് അച്ഛൻ നമുക്കൊരു ഡ്രിങ്ക്സ് കുടിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ വേറൊരാളിരിക്കുന്നു. വേറെ ആരുമില്ല, നമ്മുടെ നായിക ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വേറൊരു ദിവസം വരാം, ഇപ്പം എനിക്ക് ഇവനോട് കുറച്ച് അർജൻറ്റായി സംസാരിക്കാനുണ്ട് പറഞ്ഞിട്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോവാണ്. നമ്മുടെ മൂമു ആണെങ്കിൽ ഷാവോന് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവളങ്ങനെ താഴേക്ക് ചെല്ലുമ്പോൾ സൻലായും അതുപോലെ തന്നെ ഷാവോയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സൻലായ് ഇവനോട് പറയുന്നുണ്ട്, നീ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുന്നത്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിനക്ക് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നിങ്ങനെ പറയുകയാണ്. ഡയലോഗൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ നായിക ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നായകനെ കണ്ട വഴിക്ക് ഇവൻ പെട്ടെന്ന് പോകാൻ നിൽക്കുകയാണ്. എങ്കിലും തിരിച്ച് ഇവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നിൻ്റെ പേരെന്താ? എൻ്റെ പേര് സൻലായ് എന്നാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ നായികയും പേര് പറഞ്ഞു കൊടുക്കുകയാണ്. പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഓ ആ പേരിൻ്റെ അർത്ഥം ഏർണിംഗ് ഡേ ആൻഡ് നൈറ്റ് എന്നല്ലേ ചോദിക്കുകയാണ്. മാത്രമല്ല എൻ്റെ ഷോപ്പിലേക്ക് ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പോയി കഴിയുമ്പോൾ നമ്മുടെ ഷാവോ മോമോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ എന്നെ അന്വേഷിച്ച് വന്നതാണോ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇവൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഗിഫ്റ്റ് ഇവന് കൊടുക്കുകയാണ് കേട്ടോ. ഷാവോ ആണെങ്കിൽ ആ ഗിഫ്റ്റ് വാങ്ങി ഓപ്പൺ ഒന്നും ചെയ്ത് നോക്കുന്നില്ല. ഇവളോട് ഡയറക്റ്റായിട്ട് പറയുകയാണ്, ഫ്യൂച്ചറിൽ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാശൊന്നും സ്പെൻഡ് ചെയ്യേണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന മോമോ പറയുകയാണ്, ഇത് നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ഞാൻ അവിടുത്തെ ഒരു ഗസ്റ്റ് മാത്രമാണല്ലോ എന്ന് പറയുകയാണ്. ഇതും പറഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലേക്ക് കയറുകയാണ്.
നെക്സ്റ്റ് സീനിൽ നമ്മുടെ മൂമു അവളുടെ റൂമിൽ നിന്നിങ്ങനെ ആലോചിക്കുകയാണ്. അല്ല എന്തുകൊണ്ട് അവൻ്റെ ഫേസിലൊക്കെ ഇത്രയും ബ്ലഡ് സ്റ്റെയിൻസ്? എന്താ അവൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത്? ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് അവന് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ഷാവോ ആണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കീ ചെയിൻ നിലത്തേക്ക് വീഴാണ് കേട്ടോ. അപ്പോൾ ഒരു പെൺകൊച്ച്, ഒരു ചെറിയൊരു പെൺകുട്ടി അത് ഓടി വന്നെടുത്തിട്ട് ഇവൻ്റെയോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെയാണോ, നിലത്തുനിന്ന് കിട്ടിയതാന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ആ ഒരു കീ ചെയിൻമേൽ എഴുതിയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്, അതും കൂടി ആ പെൺകുട്ടി വായിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഏണിംഗ് ഡേ ആൻഡ് നൈറ്റ്, അതായത് നമ്മുടെ നായികയുടെ പേരിൻ്റെ അർത്ഥം ഇവൻ്റെ ആ കീ ചെയിൻമേൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവളയച്ച മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ്, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 10 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ച് ഇവൾക്ക് മെസ്സേജ് വരികയാണ്, താഴേക്ക് വാ എന്ന് പറഞ്ഞിട്ട്. അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് എന്തായാലും കഴിക്കാൻ പോവുകയാണ് കേട്ടോ, അങ്ങനെ രണ്ടാളും കൂടിയിട്ട്. രണ്ടുപേരും അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ ആലോചിച്ച് ഇവനോട് പെട്ടെന്ന് ചോദിക്കാൻ വരികയാണ്. പക്ഷെ ആ സമയത്ത് ഒരു ബൈക്ക് ഇവളുടെ അടുത്ത് കൂടെ വരുന്നത് ഇവൾ ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവൻ അവളെ അവിടെ നിന്ന് വലിക്കുകയാണ് കേട്ടോ, ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നീ ഇതുവരെ ക്രോസ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ റോഡ്, നീ പണ്ടത്തെ പോലെ ചെറിയ കുട്ടിയല്ല എന്ന് പറയാണ്. അങ്ങനെ ഒരു 2 മിനിറ്റും കൂടി നടക്കുമ്പോൾ ഇവരൊരു ഫുഡ് സ്ട്രീറ്റിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളോട് ബാർബിക്യൂ വേണോ, റൈസ് ബൺ വേണോ, എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വേറൊരു നല്ല തിരക്കുള്ള ഒരു സ്റ്റോളിൽ പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സീ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് രണ്ടുപേരും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് അവനോട്, അല്ല നിങ്ങൾക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ, നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷാവോ ചോദിക്കുന്നുണ്ട്, അതിന് മാത്രം എന്താ ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൂമു ചോദിക്കുകയാണ്, അല്ല ഇത്ര വർഷമായില്ലേ നമ്മൾ കണ്ടിട്ട്, അപ്പോൾ എൻ്റെ ലൈഫിനെ കുറിച്ച് അറിയാൻ നിനക്ക് തീരെ ക്യൂരിയോസിറ്റിയോ ഇൻട്രസ്റ്റോ ഒന്നുമില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷാവോ ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ സ്റ്റെപ്പ് ഫാദർ എങ്ങനെയുണ്ട്, നീ എൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതൊന്നുമല്ല, ഞാൻ തായ്ലൻഡിലേക്ക് ഒരു ടൂറിസ്റ്റായിട്ട് വന്നതാണെന്ന് പറയുകയാണ്. അപ്പോൾ ഷാവോ പറയുന്നുണ്ട്, നിൻ്റെ അമ്മ നിനക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇന്ന് രാത്രി നന്നായി ഉറങ്ങിക്കോ, നാളെ ഞാൻ നിന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയാക്കാമെന്ന് പറയുകയാണ്. ഇനി പോകുന്നില്ലേ നിൻ്റെ അമ്മേനെ വിളിച്ച് നീ പറയണമെന്ന് പറയാണ്. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ആ അമ്മേനെ വിളിച്ച് പറയാണ്, ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. ഇവിടെ നാളത്തെ ഫ്ലൈറ്റ് അമ്മേനോട് ഞാൻ ക്യാൻസലാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല അതിന് നിൻ്റെ അമ്മ സമ്മതിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായിക പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ ഫോൺ എന്തായാലും സ്വിച്ച് ഓഫ് ആക്കിയെന്ന് പറയുകയാണ്. എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, എനിക്കൊരു സ്ഥലം കാണാൻ പോകണം, ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ്, എനിക്ക് റൊമാൻസ് ഒന്ന് കാണണം എന്ന് പറയുകയാണ്. എന്നിട്ട് മൂമ്മ പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റും താല്പര്യമൊന്നും ഇല്ലല്ലോ, എന്തായാലും എനിക്ക് നിൻ്റെ ലൈഫിനെ കുറിച്ച് അറിയണം, അപ്പോൾ പറ എന്തൊക്കെയാണ് നിൻ്റെ വിശേഷം, ഇത്ര വർഷത്തെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അവനാണെങ്കിൽ ഒറ്റയടിക്ക് ഒരൊറ്റ വേർഡിൽ ആൻസർ പറയുകയാണ് കേട്ടോ, നോട്ട് സോ ഗ്രേറ്റ്, അത്ര ഗ്രേറ്റ് ഒന്നും ആയിരുന്നില്ല ഇത്ര വർഷം എന്ന് പറയുകയാണ്. ഉമ്മൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്ത് വർക്കാണ് ചെയ്യുന്നത്, എങ്ങനത്തെ വർക്കാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. വർക്കല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്, നന്നായി ഉറങ്ങുന്നുണ്ട്, നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്ത് ടൈപ്പ് ഫണ്ണാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനൊന്നും മിണ്ടുന്നില്ല. മോമു ആണെങ്കിൽ വിട്ടും കൊടുക്കുന്നില്ല കേട്ടോ. മോമു ചോദിക്കുന്നുണ്ട്, അതെന്തേ നിനക്ക് നിൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഏറ്റവും മുമ്പ് പറയുന്നുണ്ട്, ഓക്കെ ഇതിനെക്കുറിച്ചൊന്നും നീ സംസാരിക്കേണ്ട, നിൻ്റെ പുതിയ സിസ്റ്ററിനെ കുറിച്ച് പറയുന്നു പറയാണ്. അപ്പോൾ ഇവ ഇങ്ങനെ ചിരിക്കുകയാണ്, ആര്, ഷിന്നിനെ കുറിച്ചൊന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഇവർ രണ്ടുപേരും നേരത്തെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ബൈക്കിലൊരുത്തൻ വന്ന് സംസാരിച്ചില്ലേ, ആ ഒരു ഫ്രണ്ടിനെ വീണ്ടും കാണുന്നത് കേട്ടോ. അവൻ്റെ ഇവിടെ ഒരു ഫോറിനറിൻ്റെ കൂടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ നമ്മുടെ നായകനെ ബ്രാൻഡി എന്നാട്ടോ വിളിക്കുന്നത്. ടൈം കൊണ്ട് നമ്മുടെ നായികയ്ക്കാണെങ്കിൽ അവൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി കേട്ടോ. പക്ഷേ ഇവൾക്ക് ഈ മേലെയുള്ള ആ ഗ്രീൻ കളർ ബീൻസ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൾ അതൊക്കെ പറക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് ഈ ബ്രാൻഡിയുടെ അടുത്തേക്ക് വരുന്നത്, അതായത് നമ്മുടെ നായകൻ്റെ അടുത്തേക്ക് വരുന്നത്. എൻ്റെ ചോദിക്കുകയാണ്, അല്ല നീ എൻ്റെ മെസ്സേജിനൊന്നും റിപ്ലൈ തരുന്നില്ല, അപ്പോൾ ഇതാണല്ലോ നിൻ്റെ പണിയെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ നായകനാണെങ്കിൽ മൂമൂൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് ഈ ബീൻസൊക്കെ പറക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വന്ന ഈ ഫ്രണ്ടാണെങ്കിൽ നേരെ നമ്മുടെ നായികയുടെ അടുത്ത് പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. എൻ്റെ പേര് ക്രേസി ജിൻ എന്നും പറഞ്ഞിട്ട്. ഈ ജിൻ എന്നിട്ട് ഇവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നായകനോട് ചോദിക്കുകയാണ്, അല്ല ഇവളെയല്ല നേരത്തെ കാറിൽ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നായകൻ പറയുന്നുണ്ട്, എൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നല്ല, എൻ്റെ സിസ്റ്ററാണെന്ന് പറയാണ്. ഇതിന് നിൻ്റെ സിസ്റ്റർ എലമെൻ്ററി സ്കൂളിലല്ല, ഇത്ര നാളില്ലാത്ത ഇങ്ങനൊരു സിസ്റ്റർ നിനക്ക് എന്നോട്ടാണ് ഉണ്ടായെന്ന് ചോദിക്കുകയാണ് കേട്ടോ ക്രേസി ജിൻ. ക്രേസി ജിൻ ഈ സംസാരിക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ നായകനാണെങ്കിൽ ഫുഡിലത്തെ ആ ബീൻസൊക്കെ പറക്കി കളഞ്ഞു കേട്ടോ. ക്രേസി ജിൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ നായകൻ്റെ കയ്യിൽ മറുപടി ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ക്രേസി ജിൻ പറയുന്നുണ്ട്, അല്ല നീ നാളെ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ, നീ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം, കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറയാണ്.
ക്രേസി ജിന്നാണെങ്കിൽ നമ്മുടെ നായകൻ്റെ അടുത്ത് പറയുന്നുണ്ട്, "നീ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക" എന്ന് പറഞ്ഞിട്ട് 2 ബിയർ ഓർഡർ ചെയ്യാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ നായികയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ ചെക്ക് തരാൻ പറയാണ്. അപ്പോൾ നമ്മുടെ നായകൻ നോക്കുമ്പോഴാണെങ്കിൽ ഇവൾ വളരെ കുറച്ച് ഫുഡേ കഴിച്ചിട്ടുള്ളൂ. ക്രേസി ജിന്നാണെങ്കിൽ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, "ഇത് ശരിക്കും നിൻ്റെ സ്വന്തം സിസ്റ്റർ തന്നെയാണോ? നിങ്ങൾ തമ്മിൽ സിമിലാരിറ്റി ഒന്നുമില്ലല്ലോ ഫേസ് കൊണ്ട്" എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, "ആ സ്നേക്കിനെ നീ ഒന്ന് സൂക്ഷിച്ചോ" എന്ന് പറയാണ്. മോമു ആണെങ്കിൽ ഇവനോട് ചോദിക്കുന്നുണ്ട്, "അല്ല നിന്റെ ഗേൾ ഫ്രണ്ടാണോ സ്നേക്ക്? ആരാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ആരുമില്ല" എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോവുകയാണ്. ആ സമയത്താണ് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നത്. ഇവനെ കണ്ടതും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഇവനെ ഇടിക്കാൻ വേണ്ടി വരിക കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഈ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കാണുമ്പോഴേ നമ്മുടെ ക്രേസി ജിൻ ഓടിപ്പോയിട്ട് നമ്മുടെ നായകന് ഇവൻ്റെ ബൈക്കിൻ്റെ കീ കൊടുക്കുകയാണ്. എന്നിട്ട് അവളെയും കൊണ്ട് പോകുമെന്ന് പറയാണ് കേട്ടോ. ഇവനാണെങ്കിൽ നമ്മുടെ നായികനെയും കൂട്ടി, അതായത് മൂമൂനെയും കൂട്ടി എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഫൈറ്റ് നടക്കുന്നുണ്ട്. എങ്കിലും ഒരു രീതിയിൽ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണേ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ബൈക്കിൽ പോകുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആവുന്നത്. നമുക്ക് ബാക്കി എപ്പിസോഡ് അടുത്ത ദിവസം കാണാം.